ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൈക്ക അമ്പലത്തിലാണ്. പൈക്ക പൂമാണി കിനിമാണി എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ്. ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളതിൽ എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയതിന് ശേഷം 5 months നമ്മൾ അമ്പലത്തിൽ പോകും. 5 months ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആയിരുന്നു കഴിഞ്ഞ വർഷം. ഞാനും ഹസ്ബൻഡും കുഞ്ഞും പിന്നെ അമ്മയും ആയിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിരുന്നു. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അതുകൊണ്ട് നമ്മൾ വൈകി പോയതാണ്. പിന്നെ ഇന്നിവിടെ വെടിക്കെട്ടാണ്. അത് ആരോടോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരെയും എല്ലാവരും കുഞ്ഞിനെ കണ്ടാൽ പറയും ഹസ്ബൻഡിനെ പോലെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം ഇങ്ങനെ ഓർക്കസ്ട്ര ഒക്കെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ നല്ല നല്ല പാട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഫുള്ള് ലൈറ്റിങ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. അതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫോട്ടോസ് എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഓർക്കസ്ട്ര ആ പാട്ടൊക്കെ കേട്ടിട്ട് ആൾ ഭയങ്കര ഒരു ഹാപ്പി മോഡിലൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഡോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ പൂ വിൽക്കുന്ന ആൾക്കാർ എനിക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ നമുക്ക് പൂവൊക്കെ തന്നു. പിന്നെ അവിടെ പ്രിയൻ്റെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ മുമ്പ് അടൂർ ഉത്സവത്തിന് കണ്ട് പരിചയമുള്ളതുകൊണ്ട് അവളൊന്നിച്ച് കുറച്ച് സമയം ഇങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ ഫുൾ അവൾ നോക്കുന്നതായിരുന്നു ആൾക്കാരൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ചന്തേൻ്റെ അങ്ങോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ചരുമുരിയാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ചരുമുരിക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവളവിടെയുള്ള ആ സാധനമൊക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. അവിടെ കട്ട് ഫ്രൂട്ട്സും പിന്നെ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുന്നുള്ളതാണ്. പിന്നെ ഹസ്ബൻഡ് ഇതാ ഒരു മാങ്ങയും വാങ്ങി. പിന്നെ നമ്മളവിടെ ചരുമുരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ആ ഒരു ടോയ്സിൻ്റെ ഇതുണ്ടല്ലോ, അത് പോകുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇവൾ ഈ കാര്യമായിട്ട് നോക്കുന്നത് ആ ഒരു സംഭവമാണ്. അത് അങ്ങോട്ട് എത്തിയിട്ടും ഇവൾ അതിനെ തന്നെയാണ് ഇങ്ങനെ പിന്നെയും നോക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ചരുമുരി കയ്യിൽ കിട്ടി. ഹസ്ബൻഡ് ഇതാ കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് കഴിക്കുന്നത് കണ്ടിട്ട് അമ്മ അവളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുള്ളതുമാണ്. പിന്നെ ഈ ചരുമുരി നല്ല ടേസ്റ്റായിരുന്നു. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ കല്ല് എന്തോ കിട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം അത് ഞാൻ കഴിച്ചുകൊണ്ട് ഹസ്ബൻഡിനോട് പറയുന്നുള്ളതാണ്. എന്ന് മലയാളക്കരയിലൊക്കെ ലോകമെമ്പാടുന്ന മലയാളികൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 4ഓളം ഭാഷകളിൽ ഇറങ്ങി. എന്തായാലും മലയാളത്തിന്റെ അഭിമാനം നമ്മുടെ ലാലേട്ടൻ 2000 ആണ്ടിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന ഒരു പൊയ്ക്കാൻ കുതിരമേൽ തനിച്ചൊരു തുറക്കുന്ന വെങ്കിടേശ
അങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ടതിന് ശേഷം നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കുറേ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ആ ചരുമുരി മാത്രമായിരുന്നു കഴിച്ചത്. കാരണം നമ്മൾ വരാനും കുറേ ലേറ്റായി, ഇപ്പോൾ പോകുന്നതും കുറേ ലേറ്റായി. പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.